നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിനൊരുങ്ങുകയാണ് നരേന്ദ്രമോദി സർക്കാർ. റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിന്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. SBIയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഛത്തീസ്ഗഡ്, പുതുച്ചേരി, ബാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 76,363 വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് മോദി സർക്കാർ ഉറപ്പാക്കുന്നു. ഈ ഒരു പുതിയ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചറായി ലഭിക്കാം. ഈ ഒരു വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അത് പണമാക്കി മാറ്റി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് സംവിധാനം വരുന്നു. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരും. ഈ ഒരു തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഈ ഒരു ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ ഒരു സേവനം ലഭിക്കും. 15 കോടി പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. ഇതിനായി 50 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ നൽകാനായി 14,500 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് ഈ ഒരു തുക. കൂടാതെ പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പകരം ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് 40,000 രൂപ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസും ലഭിക്കും. കൂടാതെ ഈ ഓട്ടോ വാങ്ങാൻ ബാങ്ക് വായ്പ എടുക്കുന്നവർക്ക് പലിശയിൽ 2% ഇളവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.